വിജേഷ്, ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ കണ്ടമാനം വണ്ടികൾ അവിടെ എന്തുണ്ട് സർവീസ് ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ സഫാരി മാത്രമല്ല, ടാറ്റന്റെ ഒരുപാട് വണ്ടികൾ ഇത് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു സീനിയർ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ ടാറ്റ സഫാരി ഉള്ള വണ്ടിയോട് എന്താ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്താ ഉള്ളത്? അതായത് പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് വിജേഷിന്റെ അഭിപ്രായം, ഇഷ്ടം ടാറ്റ സഫാരിയോട്? പേഴ്സണലായിട്ട് ഇഷ്ടം അല്ലേ? പേഴ്സണൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരു വണ്ടിക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഉള്ളിൽ ഇരുന്നാൽ ഒരു ആനപ്പുറത്ത് നിന്ന് ഇരിക്കുമ്പോലുള്ള ഫീലായിരിക്കും. അത് തന്നെയാണ് എനിക്ക് ഒരു പറയാനുള്ളത്. സംഭവം വണ്ടി അടിപൊളി വണ്ടിയാണ്, സൂപ്പർ. സാറിന് എങ്ങനെ? എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ അതായത് സിയാസ് വാങ്ങി ഉപയോഗിക്കുന്ന കാരണം എന്നുണ്ടെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്താലും ക്ഷീണമില്ലാത്തൊരു വണ്ടിയാണ് സിയാസ്. കാരണം അങ്ങനെ അമർന്നിരിക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട്. സഫാരിയിലും ഡ്രൈവർക്ക് മാത്രമല്ല, കാരണം ഞാനിതിൽ നല്ല ലോങ് യാത്ര ചെയ്ത ആളാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഫാമിലി ഉണ്ടാവും, അതല്ലാണെങ്കിൽ എൻ്റെ കൂടെ ബിസിനസ് പാർട്ട്ണർമാർ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്താണ് അയോധ്യ പോയിട്ടുണ്ട്. അത് തന്നെ 5500 കിലോമീറ്റർ ഉണ്ട്, 5400 കിലോമീറ്റർ ഉണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ. ഡൽഹിയിൽ ഞാനും ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്. അതും 5000 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ മാസം ഞാൻ രാജസ്ഥാനിൽ ബിൽവാരെ പോയി. അതിൻ്റെ ഒപ്പം ഞാൻ അമ്മയും അച്ഛനിലായിട്ട്, അച്ഛനിപ്പോൾ 72 വയസ്സായി, അമ്മയ്ക്കും 10-15 വയസ്സായി. ഇവരെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഉദയപൂർ വരെ പോയി. ഇവിടെ നിന്ന് പോയിട്ട് വന്നിട്ട് അവർക്കൊന്നും യാതൊരു ക്ഷീണം ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഞാനിതിനെ ഹൈലൈറ്റ്, അത് സസ്പെൻഷൻ്റെ ആണല്ലേ, ആ ഒരു ക്ഷീണമില്ലാത്ത ഇല്ല, അതുപോലെ ബോഡി റോളില്ല. അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. ഓക്കേടാ, കിട്ടി.